പൂച്ച സാർ പറയണമെന്ന് കഴിക്കാൻ പറ്റിയ ഗായ്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അനദർ വ്ലോഗ്. ഇന്ന് നമ്മള് പുതിയൊരു പ്ലേസിൽ വന്നിരിക്കുകയാണ്. അവിടേക്കാണ് നടക്കുന്നത്. സോ നമ്മൾ എന്നത്തെയും പോലെ എപ്പോഴും പോകുന്ന ആ സ്ഥലത്ത് ക്യാൻസൽ ചെയ്ത് ഇന്ന് വേറൊരു സ്ഥലത്താണ്. പക്ഷെ ഇവിടുത്തെ ആ ഒരു പച്ചപ്പും ഹരിതാപവും കണ്ടോ നിങ്ങൾ? അതിമനോഹരമായ പച്ചപ്പാണ്. ഹെവി പച്ചപ്പ്, പീസ് വൈബ്. പക്ഷെ ഇതില് മീറ്റർ കുറവാണ്. ഇവിടെ ആകെ ചുറ്റിക്കഴിഞ്ഞാൽ ടോട്ടലുള്ള മീറ്റർ 1600 മീറ്റർ ആണ്. അപ്പൊ നമ്മളൊരു 4 റൗണ്ട് കറങ്ങണം. അപ്പം നിങ്ങൾക്ക് വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വ്യൂസ് ഒന്നുമില്ല, എന്തോ ഇടയ്ക്കൊണ്ട് വ്യൂസ് ഒക്കെ പോയിടെ. മൊത്തം എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. എന്താണ് പ്രശ്നം എന്നൊരു ഐഡിയ ഇല്ല. സോ നമ്മൾ തിരിച്ചു വരും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടിട്ട് ഒരാൾ മതിയുടെ ഒരാൾ. സോ ഒരാളെ മതി. സൂര്യൻ ഉദിച്ച് നിൽക്കുന്നുണ്ടേ, ഉദിച്ചു വരുന്ന രാവിലെ അതിമനോഹരമായുള്ള കാഴ്ചകളൊക്കെ കണ്ട് രാവിലത്തെ ദിവസം നമ്മൾ തുടങ്ങുകയാണ്. അതിൻ്റെ കൂടെ നിങ്ങളും ആ മനോഹരമായ ദിവസത്തിനോട് പങ്കുചേരുക. പിന്നെ സംഭവം എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഇവിടെ രാവിലെ ഇവിടെ ഓപ്പൺ ആണെന്ന്. ഇതിൻ്റെ പുറത്ത് നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ ഇതിനകത്തൂടെ നടക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. കാരണം കുറേ മരങ്ങളും കുറേ കിളികളും അവരെയൊക്കെ കണ്ട് നമുക്ക് പോവാം. പിന്നെ കുറേയൊക്കെ നമുക്ക് ചിന്തിക്കാം, എന്തോന്ന് ചിന്തിക്കാം. 200 മീറ്റർ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ. 200 മീറ്റർ. നല്ലൊരു ലൈറ്റനിങ് അല്ലേ, നല്ലൊരു ലൈറ്റ് അടിക്കണം കേട്ടോ. പൂച്ച സാർ പഴയ നമ്മുടെ മ്യൂസിയം ടച്ച്, തിരുവനന്തപുരം മ്യൂസിയം ടച്ച്. അത് വേറെ ലെവല് സാധനമാണ്. ഇത് മിനി മോശം എന്നല്ല പറയണേ, പക്ഷേ ഇതൊരു ചെറിയൊരു പരിപാടി. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഏരിയയാണ് കേട്ടോ. നല്ല രസമാണ് ഇല്ല നടക്കാൻ. ഇനി 2-3 ദിവസം ഇങ്ങോട്ട് വരാം നമുക്ക്. എന്നിട്ട് ഇവിടെ മടുക്കുമ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകും. അതാണ് എൻ്റെ പ്ലാൻ. ഒരു സ്ഥലത്ത് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറടിക്കും. മാറി മാറി നടക്കുക, ഓടുക. ഓടിത്തുടങ്ങണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓടും, ഇടയ്ക്കിടയ്ക്ക് നിൽക്കും, ഇടയ്ക്കിടയ്ക്ക് ഓടും, ഇടയ്ക്കിടയ്ക്ക് നിൽക്കും. കാണുന്നവരാരെങ്കിലും വ്ളോഗിലൊരു കമൻറ്റ് ഇട്ടിരുന്നെങ്കിൽ എന്താണ് ചേഞ്ചസ് വരുത്തേണ്ടതെന്ന്. എനക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനീ പറഞ്ഞ കണക്ക് ചെയ്ത് ഇപ്പോഴാണ് കുറച്ചൊന്ന് സെറ്റായ. മറ്റേതൊക്കെ പഴയ വ്ളോഗൊക്കെ വെറും ശോകമാണ്. വോയിസ് ഒന്നും ക്ലിയർ ഇല്ല ഒന്നിനും. അത് വോയിസ് ക്ലിയർ ഇല്ലാത്ത നമ്മൾ മുന്നേ വ്ളോഗ് എടുക്കുന്നത് ഗോപ്രോയ്ക്കകത്ത് വോയിസ് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഇത് സംഭവം പുളിമരമാണെന്നോ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ഇത് പക്ഷെ എൻ്റെ ഇലയൊക്കെ പൊഴിഞ്ഞ് അപ്പുറത്ത് അതാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നണം, അതിൻ്റെ ഇല കണ്ടിട്ടേ. ഇവിടെ ഉള്ള മരങ്ങളുടെ ഡീറ്റെയിൽസ് ഗൈസ്
സി ഓക്കെ. നമ്മൾ ഒരു റൗണ്ട് കഴിഞ്ഞ കേട്ടോ. ഒരു റൗണ്ട് ഇറങ്ങി, ഇത് സെക്കൻഡ് റൗണ്ടാ പൊക്കോണ്ടിരിക്കണേ. ഇനി 2 റൗണ്ട് കൂടി ഉണ്ട്. ഫിനിഷ് ചെയ്ത് 2 റൗണ്ട് കൂടി കംപ്ലീറ്റ് ചെയ്യാം. രാവിലെ എണീക്കാൻ ശ്രമിക്കാടേ നിങ്ങൾ, അല്ലെങ്കിൽ ഇതൊക്കെ മിസ് ഔട്ട് ചെയ്യും. അടുത്തുള്ള സ്ഥലത്തൊക്കെ നടക്കാൻ പോകണം. എന്ത് രസമെന്നാ. വെറുതെ കിടന്നുറങ്ങിയിട്ട് എന്ത് കാര്യം? ആവശ്യത്തിന് ഉറങ്ങുക, സമയത്തിന് ഉറങ്ങാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മളോട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. വേറെ ആർക്കും വേണ്ടിയല്ല, നമ്മളോട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായോ? പിള്ളേർക്ക് കളിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോട് എപ്പോഴും ഒന്നേ പറയാനുള്ളത് ഇതാണ്. ഓക്കെ, അതുമാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി, ഇതും മനസ്സിലായോ? ഇവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വർക്കൗട്ടും ചെയ്യാം. ഇതെന്താ സാധനം കണ്ട, കഴിക്കാൻ പറ്റിയ എന്തോ. കൊള്ളാം, നല്ല രസമുണ്ട്. ഞാനിങ്ങനെ വന്നപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് പിടിച്ച സാധനം അത്. ഒരു ഭംഗിയുള്ള സാധനം. ഈ ചെടിയിൽ വരും, അതെന്തിനാണത് ഈ ചെടി അറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിൽ പറയും. നമ്മള് 4 റൗണ്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 4 റൗണ്ട്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ഫ്രണ്ട് 4 റൗണ്ട് ഞാൻ ഫിനിഷ് ചെയ്ത് എത്രയെന്ന് പറഞ്ഞില്ല, 4000 മീറ്റർ, ഏകദേശം 4 കിലോമീറ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ആ ഫ്രണ്ടിനെ പറ്റിയാണ്. പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് 32, 33 വയസ്സാവും. പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 15 വർഷത്തിൽ കൂടുതലാവും പുള്ളി വന്നിട്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വന്ന് പല ജോലികൾ ചെയ്ത്, പല തരത്തിലുള്ള ഫീൽഡിൽ ജോലി ചെയ്ത്, ഒന്നിലും ഒരു ഗ്രോത്ത് ഇല്ലാതെ ആൾ ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോയി. വീണ്ടും തിരിച്ചു വന്ന് കല്യാണം കഴിച്ച് വീണ്ടും കുട്ടികളായി. ആൾ വീണ്ടും അതേ കണക്കത്തെ ഒരു ഇതിൽ കയറിയിട്ട് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബൈ ദ വൈ അങ്ങനെ പുള്ളി ഒരു ലൈസൻസ് എടുത്തിട്ടും പുള്ളിയുടെ സാഹചര്യം മൂലം ജോലി കിട്ടാതായപ്പോൾ പുള്ളി വേറൊരു ജോലിക്ക് കയറി. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആൾ വിളിച്ചിരുന്നു. വിളിച്ചിട്ട്, എടാ സുബിനെ, എനിക്കൊരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്, ഡ്രൈവറായിട്ടാണ്, പക്ഷെ നല്ല സാലറി ഉണ്ട്. ബട്ട് എനിക്ക് വല്ലാത്ത ടെൻഷനാടാ, എനിക്കൊരു എക്സ്പീരിയൻസും ഇല്ല, എനിക്കതെങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമോയെന്ന് എനിക്കറിയില്ല എന്ന് പുള്ളി പറഞ്ഞു. സോ ഞാൻ ഇപ്പോൾ പുള്ളിയോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്നും നോക്കണ്ട,
നിങ്ങൾ ആ ജോലിക്ക് ജോയിൻ ചെയ്തു. ഇപ്പോഴേക്കുന്ന ജോലിക്ക് സാലറി ഒന്നുമില്ല, ആൾക്കൊരു കൊച്ചുമുണ്ട്, സാമ്പത്തികമൊക്കെ വലിയ കഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞത് ഇതാണ്, നിങ്ങളൊന്നും നോക്കണ്ട, കയറിക്കോ, ഒന്നും പേടിക്കണ്ട, ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കണം, ഒന്നും പഠിക്കാനൊന്നുമില്ല, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ നിങ്ങൾ ധൈര്യപൂർവ്വം കയറിക്കോ, ഒന്നുമില്ല. അപ്പം പറഞ്ഞു എടാ ലൊക്കേഷനൊക്കെ, ഞാൻ പറഞ്ഞു ലൊക്കേഷനൊക്കെ നിങ്ങളിപ്പോൾ ഈ കാലഘട്ടം എന്തിനാണ് പേടിക്കുന്നത്, ഗൂഗിൾ മാപ്പ് ഉണ്ട് നമുക്ക്, നമ്മളത് യൂസ് ചെയ്താൽ മതി. പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കേടാ ശരിയാണ് നീ പറഞ്ഞ. പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു നമ്മൾ എന്നായാലും വണ്ടി ഓടിക്കണ്ടേ, അത് വണ്ടി ഓടിക്കാതിരിക്കാനാണ് ലൈസൻസ് എടുത്തത്, എന്നായാലും നമ്മൾ വണ്ടി ഓടിക്കണം. കാരണം നമ്മൾ അത്രയ്ക്കും സ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു ലൈസൻസ് എടുക്കണം, അതിന് അത്രയ്ക്ക് വാല്യൂ ഉണ്ട്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടുത്തെ ലൈസൻസ് തന്നെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബൈ ദ വൈ പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞ് ഒന്നും പേടിക്കണ്ട, നിങ്ങൾ കയറിക്കുക. പുള്ളി കുറച്ച് മോട്ടിവേറ്റഡ് ആയി, കാരണം പുള്ളിക്ക് അത് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, എന്നെക്കൊണ്ട് കഴിയുമോ, ഇനി അങ്ങോട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നമാവോ, അങ്ങനെയൊരു ആൻസൈറ്റി അങ്ങനെ പറയാം. ഞാനെന്ത് ചെയ്ത് പുള്ളി കുറച്ച് പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി അപ്പോൾ ഓക്കെ. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള, നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു ബോധ്യം വേണം. നമ്മൾ മറ്റുള്ള ആൾക്കാരെ കാര്യങ്ങൾ തിരക്കാനോ എടുക്കാനോ അവരെ പറ്റി ആലോചിക്കാനോ പോവാതെ നമ്മളെപ്പറ്റി ആലോചിക്കുക. നമുക്ക് നമ്മളെപ്പറ്റി ഒരു ബോധം വേണം. കാരണം നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഓടിക്കുക. എനിക്കൊക്കെ ഈ ലൈസൻസ് കിട്ടിയപ്പം ഫസ്റ്റിൽ ഞാൻ വന്ന് മറ്റേ വലിയ വണ്ടിയാണ് ഓടിക്കുക. കാരണം വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാണ്ട് എന്തോന്ന് ഇതിന് നമ്മൾ പേടിക്കണം. ആരും നമ്മൾ പേടിക്കണം. നമുക്ക് നല്ലത് സംഭവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തിന് പേടിക്കണം. എനിക്ക് അതേ ഉള്ളൂ, നിങ്ങൾ കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ഇത് വേണം, വിശ്വാസം വേണം. നിങ്ങളോട് തന്നെ ഒരു വിശ്വാസം നിങ്ങൾക്കത് ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ, ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അത് എല്ലാവർക്കും ഒരു ബോധം വേണം. ഇവരുണ്ട്, അവരുണ്ട്, അതുണ്ട്, കൂട്ടുകാരുണ്ട്, മറ്റവരുണ്ട്, ആരും കാണൂല. മനസ്സിലായോ? നിങ്ങളോട് ഇത് പറയണമെന്നുണ്ടായിരുന്നു, പറഞ്ഞത്. ഗൈസ്, അങ്ങനെ ഞാൻ രാവിലെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ മാർക്കറ്റിലേക്ക് വന്നു. ചെക്കര ഒരു 2 കളക്ട് ചെയ്ത്, ഇനിയും ഉണ്ട് കുറേ. ഗൈസ്, നമുക്ക് ഇതിൻ്റെ ഇടയിൽ നമ്മളെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം. അതാണ് ഞാൻ പെട്ടെന്ന് നിങ്ങളോട് പറയാൻ വന്നത്. നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, പുള്ളിക്കാരി ഒന്ന് കാണാൻ പോകണം. അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്തി തരാം സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ആളെ ഒന്ന് പരിചയപ്പെടാം നിങ്ങൾക്ക്. അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ വ്യൂസൊക്കെ കുറവാണ്. സ്വാഭാവികം, നമ്മൾ എന്താണോ എന്തോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തതാണോ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഐ ഡോണ്ട് നോ. ഇനി ഡിലേ ആണോ, ഇനിയിപ്പോൾ ചിന്തിച്ച് ഇനി വ്ളോഗ് ചെയ്യേണ്ടിയിരിക്കുന്നു. എവരിഡേ എൻ്റെ ലൈഫിൽ ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടൊന്നുമില്ല. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ ദിവസവും ഇതാണ് നമ്മളെ റൊട്ടീനൊക്കെ. നമ്മളെന്നും ഈ കാണുന്ന ഷോർട്സ് വീഡിയോ കാണുന്ന കണക്ക് ഇങ്ങനെ കറക്കമല്ല. പണിയുണ്ട്, ടെൻഷനുണ്ട്, പ്രഷറുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനിടയിലാണ് നമ്മുടെ വ്ളോഗിങ്ങും പരിപാടികളൊക്കെ. നമുക്ക് ആ പുള്ളിക്കാരി ഒന്ന് കാണാൻ പോകാം. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ആ പുള്ളിക്കാരി വരും. പുള്ളിക്കാരി ഒന്ന് ഞാൻ വ്ളോഗിൽ നിങ്ങളെ കാണിക്കാം. കുറച്ച് ചൂടൊക്കെ എടുക്കണം, നിനക്ക് കുറച്ച് ചൂടൊക്കെ എടുക്കണ്ടേ? ഹലോ, നൈസ് ടു മീറ്റ് യു. സന്തോഷം, എനിക്ക് സന്തോഷം. എടാ, നിന്നെ കണ്ടു കഴിഞ്ഞാൽ പ്രായം കുറഞ്ഞു പോയല്ലേ നീ. അങ്ങനെ ഗൈസ്, ഞാൻ പുള്ളിക്കാരിയെ കണ്ട് കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ കണ്ട്. അങ്ങനെ സംസാരിച്ച് പുള്ളിക്കാരി തിരക്കായിരുന്നു. അപ്പം തന്നെ അങ്ങ് പോയി കണ്ട് ജസ്റ്റ് ഒന്ന് വർത്താനം പറഞ്ഞ് അപ്പം തന്നെ പോയി. പിന്നെ ഞാൻ തിരിച്ച് റൂമിലേക്ക് എത്തി. പിന്നെ ഇപ്പോൾ ഈവനിങ് ആകുമ്പോൾ ഇറങ്ങാൻ സുഹൃത്തുക്കളെ. ഗൈസ്, ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. ഇപ്പോൾ സമയം 2:30 മണിയായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് വൈകിട്ടത്തേക്കുള്ള പരിപാടി നമുക്ക് കാണാം. ലെറ്റ്സ് ഗോ. അങ്ങനെ
ഉച്ചയ്ക്ക് ഞാൻ വന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തത് ആ ഈവനിങ് ആയപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരനെ ഒന്ന് എയർപോർട്ടിൽ കൊണ്ടാക്കണം. അതിനായിട്ട് ഞാനും വിവേകേട്ടനും കാസിം കായും കൂടിയാണ് പോണേ. വരുന്ന വഴിക്ക് ഒരു വണ്ടി മണ്ണിലായി പോയി. സോ പാട് വരണം. ഇയാൾ മുങ്ങിപ്പോയി, മണ്ണിൽ മുങ്ങിപ്പോയി. ആളെത്ര 4 വർഷം കഴിഞ്ഞിട്ടല്ലേ നാട്ടിൽ പോണേ? നീണ്ട 4 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകണം. ഫാമിലിയൊക്കെ ഒരു മകനുണ്ട്, രണ്ട് മക്കളല്ലേ? 2 മക്കളുണ്ട്. ഞാൻ ആളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ പുറത്ത് സാധനം വാങ്ങാൻ പോയിരിക്കുക. ഈ നീണ്ട വർഷക്കാലം ഇവിടെ നിന്നിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള? എന്ത് പറയാൻ, സ്വസ്ഥം സുഖം. സാമ്പത്തികതയൊക്കെ എങ്ങനെയുണ്ട്? സാമ്പത്തികത എല്ലാ ഗൾഫുകാരുടെയും പോലെയല്ല. അതെ, 75% ഗൾഫുകാര് കയ്യിൽ 5 പൈസ കാണത്തില്ല. ഓക്കെ. ബാക്കി 25%-ല് 10% കാശുകാര്, 15% ഒരുവിധം ഒപ്പിച്ചു പോകുന്നവരാണ്. ഏത് കാറ്റഗറിയാ? ഞാൻ എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ലാത്ത ഗതിയാണ്. സോ ബാഡ്. ഓക്കെ. അപ്പം പിന്നെ വേറെന്താണ് നിങ്ങൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തത്? നമ്മുടെ കമ്പനിയെ പറ്റി പറയാം. നല്ല ഒരു 2 അഭിപ്രായം. സൂപ്പർ കമ്പനിയല്ലേ? വളരെ നല്ല കമ്പനി, നല്ല ആൾക്കാർ. ജോലിയിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടുമില്ല. ഏകദേശം എത്ര കൊല്ലമായി ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 4 വർഷമായില്ലേ? അല്ല, ടോട്ടലി ഞാൻ എക്സ്പീരിയൻസ് 23-24 വർഷമായിട്ടുണ്ടാവും. ഒരു ദിവസം സന്ധ്യ സമയം, അങ്ങനെയൊന്നും പറയണ്ട. സന്ധ്യ സമയം ഞാൻ എന്റെ സ്റ്റൈലിലേ പറയത്തുള്ളൂ, വേണേ കേട്ടാ മതി. സന്ധ്യ സമയം ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക. ഞാൻ നടക്കുക, ഞാൻ റൂമിലില്ല, ഞാൻ പുറത്താ. നെസ്റ്റോട് അവിടെ കണ്ട് ഞാനിങ്ങനെ എവിടെ പോയിട്ട് ഞാനിങ്ങനെ വരിക, അങ്ങോട്ട് പോയിട്ട് വരിക. വരുമ്പോ നമ്മുടെ ഒരു ചങ്ങായി പുള്ളി വിളിക്കുന്നു, പെട്ടെന്ന് റൂമിലോട്ട് വന്നു പറഞ്ഞിട്ട്. അപ്പൊ പെട്ടെന്ന് റൂമിലോട്ട് ചെന്നപ്പോഴത്തേനും ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. യെസ്. അപ്പൊ പറഞ്ഞു വല്ല വേക്കൻസി വല്ലതും ഉണ്ടെങ്കിൽ നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസമാണോ വിളിച്ചത് എന്നെ? 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചു. MD ഒക്കെ ആണോ? ഞാന് ഇവിടെ ഒഴിവുകൾ കളിക്കുന്ന 2-3 പിള്ളേർ താമസിക്കുന്ന റൂമിൽ പോയി. അപ്പൊ അവിടെ ഇരുന്നപ്പോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു, ഇങ്ങനെ ഒരാൾക്ക് ജോലി ചെയ്താൽ കുറേയായി ഇല്ലാത്ത, കുറേയായി ജോലി നോക്കുന്നു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഒരാൾ കുറേയായി എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ആരാന്ന് വെച്ചു. അപ്പോൾ അവർ പറഞ്ഞ എപ്പോൾ വിളിപ്പിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവർ വിളിച്ചു. പ്രവീൺ എന്ന് പറഞ്ഞ, പ്രവീണും യാസറും, 2 പേരാണ്. 2 പേരുണ്ട്. യാസർ ഇല്ലായിരുന്നു അല്ലല്ലേ? അതില്ല, യാസർ ഫോണിലാണ് വിളിച്ചത്. പ്രവീണ്, ഒരു വയനാട്ടിലെ പ്രവീൺ എന്ന് പറഞ്ഞ. അങ്ങനെ വിളിച്ചു, അങ്ങനെ ആളെ കണ്ടു. അപ്പം ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരമായിരുന്നു ഇങ്ങനെ ഒരു ആൾ വേണമെന്ന് പറഞ്ഞു, സൂപ്പർ മാർക്കറ്റിലേക്കുള്ള ഒരാൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഭാഗ്യത്തിന് സൂപ്പർ മാർക്കറ്റുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ഇയാൾ ആദ്യം വർക്ക് ചെയ്ത മറ്റേ ഇതില്ല, MH എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അത് സൂപ്പർ മാർക്കറ്റ് ഫീൽഡ് കമ്പനിയാണ്. അങ്ങനെ പറഞ്ഞ് MD വന്ന് കൂട്ടിയിട്ട് വന്നു. അങ്ങനെ കൂട്ടി കൊണ്ടുകൊടുത്ത് MHന്റെ മുതലാളി MDക്ക് അറിയുന്ന ആളോ, MDയുടെ റിലേറ്റീവോ. അങ്ങനെ സംസാരിച്ച് പിന്നെ ഇയാള് വാചകം അടിച്ചിട്ട് പോയിപ്പിക്കാതെ ഇയാൾക്ക് അറിയാലോ. അയാള് സൂചിപ്പിച്ച് ഇതെല്ലാം പറഞ്ഞിട്ട്. അല്ല, ആദ്യം പോകുന്നത് നമ്മൾ MD ആയിട്ടാ. നേരെ MDയുടെ വീട്ടിൽ ചെന്നു. പിന്നെ MDയും കൂടെ വിളിച്ചു. ഈ വണ്ടിക്കകത്ത് ഞങ്ങൾ 3 പേരും, വേറെ ആരെങ്കിലും. ആ വണ്ടി നിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. അതിനിപ്പോ അടുത്ത കമ്പനിയും സ്വന്തമാക്കുവാ. അപ്പൊ കൊള്ളാം. അപ്പൊ എന്തായാലും ഹാപ്പി ജേണി. ഹാപ്പി ന്യൂ ഇയർ അല്ല, ഹാപ്പി ജേണി. താങ്ക് യു. എത്ര മണിക്കാണ് ഞാൻ അതുകൊണ്ട് റെക്കോർഡ് ചെയ്യണേ? നിങ്ങൾ എത്ര മണിക്കാണ് വീട്ടിലെത്തുക? അതറിയാൻ പാടില്ല. എന്തോ? കാരണം എനിക്ക് എന്റേതായ കുറച്ച് കറക്കങ്ങളുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടാ വീട്ടിൽ ചെല്ലുന്നുള്ളൂ. എയർപോർട്ടിൽ. അതെ. അങ്ങനെ
നമ്മൾ എടുത്ത് നാട്ടിൽ പോണം. ഹാപ്പി ജേണി പറഞ്ഞ് നമ്മൾ വിടുകയാണ്. ഓക്കെ, നമ്മളങ്ങനെ അനിൽ ഭായിനെ കൊണ്ടാക്കി എയർപോർട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാനും കാസിംകായും വിവേകേട്ടനും കൂടിയാണ് പോയത് തന്നെ. പുള്ളിയെ കൊണ്ടാക്കി തിരിച്ച് നമ്മൾ വന്ന് വിവേകേട്ടൻ നേരെ റൂമിൽ പോയി. പിന്നെ നമ്മൾ നേരെ വന്ന് കാസിംകയ്ക്ക് ആണെങ്കിൽ ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കഴിക്കേണ്ടതെന്ന്. അവിടെ റൂമിൽ നല്ലൊരു ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫിഷ് ബിരിയാണി. അപ്പോൾ അത് കഴിച്ചില്ല. നേരെ വന്നതാ നല്ലൊരു ഷവർമയല്ലല്ലോ, ഇത് പൊറോട്ട സാൻഡ്വിച്ചാണ്. നാട്ടിൽ കിട്ടും കാസിംക പൊറോട്ട സാൻഡ്വിച്ച്. നമ്മൾ കബാബിൽ പൊറോട്ട സാൻഡ്വിച്ച് പറഞ്ഞ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും പറഞ്ഞിട്ടുണ്ട്, അത് വരുന്നതേ ഉള്ളു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ അതാ കബാബ് പൊറോട്ട സാൻഡ്വിച്ച് കഴിക്കാം. കേട്ടാ ഫ്രഞ്ച് ഫ്രൈസ് വന്ന് കേട്ടാ, അതില് ഒരു സിമ്പതി കിട്ടും. അതിന്റെ ഒരു കൊട്ടൻസ് മനസ്സിലാ, നല്ല ഫ്രഞ്ച് ഫ്രൈസ്. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആയിപ്പോയി. ഭയങ്കര കോസ്റ്റ്ലി. നമുക്ക് ചായ മതി ഇവിടുത്തെ കേട്ടോ. അവിടെ നിന്ന് ഷവർമ്മക്ക് ഒരു ഷവർമ്മ കഴിഞ്ഞല്ല വയറ് ഫുള്ളാവും. അതൊന്ന് കഴിക്കാം, അവിടെ പോയി ഒന്ന് കഴിച്ചാ പോയി. നീ കഴിക്കാം, അവിടെ കഴിക്കാം. അല്ല എന്നാ കഴിച്ചെന്ന് അവിടെ പോയി രാവിലെ കഴിച്ചു. ഇത് പൈസ പോയി. നമ്മളവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നേരെ റൂമിലേക്ക് എത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കണം കൂടി അമർത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് കാണാം. അപ്പോൾ ബൈ ബൈ.